കളി കഥയിലേക്ക് പകർന്നേറുകയാണിവിടെ. നാട്ടിൽ നിന്ന് കാട്ടിലേക്കും കളി പരന്നെത്തുന്നു. കാട്ടിലെ കായികോത്സവം. മൊബൈൽ ഫോണുമായി നാട് ചുറ്റാനിറങ്ങിയതായിരുന്നു ബ്ലോഗർ കുഞ്ഞരിപ്രാവ്. കാടരിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു. ഇതെന്ത് കളി? അവൾ അങ്ങോട്ട് പറഞ്ഞു. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിന്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു. അവിടെ ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം. ഓട്ടമത്സരം, കസേരക്കളി, ചാക്കുചാട്ടം, നാരങ്ങാ സ്പൂൺ, ലോങ് ജമ്പ്, മൊത്തത്തിൽ കളിമേളം തന്നെ. കുഞ്ഞരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി. ഓട്ടമത്സരത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിൽ ഇടുകയും ചെയ്തു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറുകപ്പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്തു കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ. കാട്ടിലിപ്പോൾ പഴയ പോലെ രാജഭരണമല്ല. ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ഭരണ ചുമതല. കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിലെന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം. അതുകൊണ്ട് സകലരും സമയത്തെത്തും. എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും. ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി. നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം. കുഞ്ഞരിപ്രാവ് വിഷയം അവതരിപ്പിച്ചു. അതെന്താ? സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു. ഡിങ്കു, ഇടയ്ക്കു കയറി കളിക്കല്ലേ, അവൾ മുഴുവൻ പറയട്ടെ. ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു. കാട്ടിലെല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുഞ്ഞരിപ്രാവ് വ്യക്തമാക്കി. ഓ, ഇന്ന് ഉച്ചയ്ക്ക് നീയിട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതേപോലെ ഒന്ന് അല്ലേ? മൂടൻ തേനീച്ച ചോദിച്ചു. മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കായിക മന്ത്രി തിരക്കുകൂട്ടി. ഓട്ടം, ചാട്ടം, വടംവലി, മരംകയറ്റം, ഊഞ്ഞാലാട്ടം, മുങ്ങാങ്കുഴി, റിലേ. ഒന്നിനു പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു. എന്നാൽ നാളെ തന്നെ നടത്താം. കീരൻ കരടി ഉത്സാഹത്തിലായി. ഒരുക്കങ്ങൾക്കും മറ്റും സമയം വേണം കീര, അല്ലെങ്കിൽ കളി കുളമാവും. ലോറ കീരന്റെ ധൃതിക്ക് തടയിട്ടു. എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ. അതുവരെ കളത്തിന് പുറത്തു നിന്ന കേളുക്കുറുക്കൻ കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചു. ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു. കേളുവിന്റെ മുഖത്ത് ഒരു സ്വർണ്ണ മെഡൽ തെളിച്ചം. കുഞ്ഞിക്കുരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിന്നുമുയൽ കൺവീനറും ഏതാനും അംഗങ്ങളെ കൂടി ചേർത്ത് നീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്ന സഭയ്ക്ക് മുമ്പ് പേരു തരണം, കുഞ്ഞിക്കുരുവി ഓർമ്മിപ്പിച്ചു. നാളെ മുതൽ പേരു കൊടുത്തു തുടങ്ങിക്കോളൂ. എന്നാൽ 90-ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം, ചിന്നുമുയൽ കൂട്ടിച്ചേർത്തു. കറുകപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനം തകൃതിയായി നടന്നു. കാടാകെ കളിക്കളമായി. വനദർശൻ ചാനലിന്റെ ക്യാമറാമാൻ ചെമ്പരുന്ത് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു. കായികോത്സവ ദിനമായി. പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി. റണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു. അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും ബ്ലോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി. അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു. മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ടമത്സരത്തിന് പുള്ളിപ്പുലി പേരു വിളിക്കാൻ തുടങ്ങി. വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു. കാട്ടുചോലയിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു. എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആവേശമൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി. അതോടെ കളി കാര്യമാവുകയും ചെയ്തു. അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുക്കടുവ സമയോചിതമായി ഇടപെട്ടു. അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്. അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വിജയികളെ അപ്പപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു. മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു. ക്യാമറകൾ തുരുതുരാ മിന്നി. ജേതാക്കൾ സന്തോഷക്കണ്ണീരണിഞ്ഞു. പൊരുതിത്തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ മായ്ച്ചു കളഞ്ഞു. വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു. ജേതാക്കൾക്കൊപ്പം സെൽഫിയെടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു.
ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി. പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല. മേള തീർന്നു പോകരുതേ എന്ന് ഓരോരുത്തരും കൊതിച്ചു. കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു. എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവവും നടത്തും. പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത്.